ഇന്ന് നമുക്കൊരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ലെങ്കിലും ഒരു പെൻ ഹോൾഡറിലൊക്കെ നല്ല കോലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്കൂൾ തുറന്നിട്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ മേക്ക് ഓവർ വെച്ചാൽ വലിയ മേക്ക് ഓവർ അല്ല, ഒരു ചെറിയൊരു മേക്ക് ഓവർ എന്നാണെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവസ്ഥ. ഒരു ബ്ലാക്ക് കളറാണ്, അവിടെ പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഫുൾ കോലം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പെൻ ഹോൾഡറിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നല്ല അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെക്കേഷൻ സമയത്ത് നമ്മളങ്ങനെ വൃത്തിയാക്കാനൊന്നും നിൽക്കാറില്ല. ഞാൻ വെക്കേഷൻ തുടങ്ങിയ സമയത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയതായിരുന്നു, പിന്നെ ഞാൻ വൃത്തിയാക്കിയിട്ടേ ഇല്ല കേട്ടോ അത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പെൻ ഹോൾഡറിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കുകയാണ്. എല്ലാ സാധനങ്ങളും വെച്ചാൽ എൻ്റെ സ്കെച്ചും അതിൻ്റെ ബ്രഷ് പെൻസൊക്കെ ഞാൻ അതിലിട്ട് വയ്ക്കൽ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം ആ ഒരു പെൻ ഹോൾഡറിൽ നിന്ന്. അത് ഞാൻ ഉണ്ടാക്കിയ പെൻ ഹോൾഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ പൊടിയൊക്കെ തട്ടിക്കളയാണ്. ഇതേപോലെയാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അത് ഞാൻ ഈ ഒരു പൊസിഷനിലായിട്ടാണ് വെക്കുന്നത്. അത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അത് എടുത്തിട്ട് ടേബിളിലത്തെ പൊടി തട്ടിയിട്ട് വെക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള സ്കെച്ചുകളൊക്കെ ഇങ്ങനെ പറക്കി എടുക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വല്ല സൗണ്ട് ഉണ്ടാവും, വല്ല കിളിയുടെ വെച്ചാൽ ഞാൻ വോയിസ് പറയുമ്പോൾ ഒരു കിളീൻ്റെ സൗണ്ട് ഇങ്ങനെ നല്ല കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലായിരുന്നു ക്ഷമിക്കണേ. അപ്പോൾ സ്കെച്ചുകൾ ഞാനിങ്ങനെ ആക്കി വെക്കണം. എല്ലാ സ്കെച്ചിലും ഉണ്ട് കേട്ടോ. ഞാൻ സ്കെച്ച് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം എല്ലാ സ്കെച്ചിലും നല്ല ഇങ്ക് ഉണ്ട്. അപ്പോൾ ഈ സ്കെച്ചുകളൊക്കെ ഞാൻ എടുത്തിട്ട് ഈ ഒരു അറ്റത്തെ ഒരു കോർണറിലായിട്ടാണ് ഞാൻ ഈ ഒരു സ്കെച്ചുകളെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ആ ഒരു സൈഡിലുള്ള ഒരു ഇതിനെയാണ് അതിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനത് രാവിലെ കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് ഇങ്ങനെ കിഴികളുടെ സൗണ്ടൊക്കെ. അപ്പം അങ്ങനെ എനിക്കൊരു ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്, അതാണ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ബ്രഷ് പെൻസൊക്കെയാണ് എടുക്കുന്നത്. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന കാരണം ഞാൻ ഈ ഒരു പെൻ ഹോൾഡറിൽ തന്നെയാണ് വെക്കലുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് പറക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ ഓരോ കളേഴ്സ് ഉണ്ട് കേട്ടോ. അത് മീഷോന്ന് മേടിച്ചതാണ് ഞാൻ. 200 രൂപയ്ക്ക് ലാഭമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കിത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് പിങ്കാണ്, കാരണം എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ടാവും, കാരണം രാവിലെയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഉറക്കം തൂങ്ങിയ ഒരു ബോധത്തിലാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ തന്നെ 2 മിനിറ്റ് ആയിട്ടുള്ളൂ. 7 മിനിറ്റ് അത്രയൊക്കെയുള്ള കേസ് വേടിയാണ്. അങ്ങനെ സ്കൂളിൽ പോകാൻ സമയമാകുമെന്നാണ് എൻ്റെ ഒരു പേടി. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ആ ബ്രഷ് പെൻസൊക്കെ ഞാൻ അതിൽ വെച്ചു. ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്നില്ല, അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ 3 ഹൈലൈറ്റേഴ്സ് ഉണ്ട്. ആ 2 പുതിയ ഹൈലൈറ്ററാണ്, മറ്റേ ബ്ലൂ കുറച്ച് പഴയതാണ്. അപ്പോൾ അതിലുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഇതൊക്കെ ഈ ഒരു നടുവത്തെ ഒരു ഇതിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു 3 ഹൈലൈറ്റേഴ്സ് അത്യാവശ്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ ചെറുതായിട്ട് അത്യാവശ്യമൊക്കെയാണ്. പിന്നെ ഈ ഒരു സിൽവർ ഇതിൻ്റെ അത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് അതിലേക്ക് എടുത്തിട്ടു. പിന്നെ ഇനി അടുത്തത് ഇതാണ് നമുക്ക് മേക്ക് ഓവർ ചെയ്യുള്ളത്. അതിന് മുമ്പ് ഈ ഒരു സാധനം ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണ്, അത് അതിൽ വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊരു കുറച്ച് പെൻസ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. അതെടുത്തപ്പോഴേക്കും ഒരു ബ്രഷ് പെൻ എനിക്ക് വീണ്ടും കിട്ടി. അതിലുണ്ടായിരുന്നു കേട്ടോ ഒരു ബ്രഷ് പെൻ. പിന്നെ അതിലും ഒരു സ്കെച്ചും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചായി ഇത് വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഒക്കെ അവിടെയും ഇവിടെയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അതിലേക്ക് എടുത്തിട്ടു. പിന്നെ ഇതും ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. 2 പെൻ ഹോൾഡറിൽ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. 5 സെക്ഷനായിപ്പോൾ. ഈ ഒരു ഇതിൽ നമുക്ക് ആ ഒരു മറ്റേ ഒരു ഇതിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ബുക്ക് മീൻസ് ചെറിയ മിനി നോട്ട് ബുക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ വെക്കാം. മറ്റേതിൽ പെൻസൊക്കെ വെക്കാനായിട്ടാണ്. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു മെമോ പാഡ് എന്തൊക്കെയോ പോലെ ഞാൻ ഉദ്ദേശിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. അത് എനിക്ക് മാത്രം തോന്നിയതാണോന്ന് എനിക്കറിയില്ല, എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കാരണം അത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഒരു നോട്ട്ബുക്ക് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണ്, ക്യൂട്ട് നോട്ട്ബുക്ക്, അതും വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സ്, ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യലില്ല, ജസ്റ്റ് എന്നാലും വെച്ചെന്നുള്ള എനിക്കത് അത്ര ഇഷ്ടമല്ല. വേറെ സ്റ്റിക്കർ ഉണ്ട്, പക്ഷെ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല, അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു. വേറെ അവിടെ വെക്കിയ സ്ഥലമില്ല, ഗൈസൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ സാധനങ്ങൾ ഫുള്ള്.
പിന്നെ ഈ ഒരു സ്കെയിൽ 20 സെൻറ്റിമീറ്ററുള്ള സ്കെയിലാണ്. ഇങ്ങനെ കളിക്കുന്ന പോലത്തെയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. ഞാൻ പക്ഷേ കളിക്കാറൊന്നുമില്ല. ആദ്യം മേടിച്ച സമയത്തൊക്കെ കളിക്കാറുണ്ട്, പിന്നെ കളിക്കാറില്ല. 20 സെൻറ്റിമീറ്ററാണ്. 15 ഉള്ളത് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. അപ്പോൾ ഇത് 20 സെൻറ്റിമീറ്റർ ആയ കാരണം ഇവിടെ സ്റ്റഡി ടേബിൾ ഇരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ എടുക്കാൻ വെച്ചിട്ടാണ്. പിന്നെ ഇതിൽ ഈ 3 പെൻസാണുള്ളത്. ബാക്കി 2 ഈ ഒരു 2 കാലിഗ്രഫി പെന്നാണ്, പിങ്കും ബ്ലാക്കും. നല്ലൊരു കുറച്ചും കൂടി കട്ടിയായിട്ടുള്ളൊരു തിക്കായിട്ടുള്ളൊരു ഇതുള്ള ഒരു ട്യൂബുള്ള ഒരു ഇതാണ്. 2 കാലിഗ്രഫി പെന്നും പിന്നെ 3 പേന്, ഒരു CD മാർക്കറിൻ്റെ ഒരു വലിയ ഒരു ഇത്. അപ്പോൾ അതും ഞാൻ ഈ ഒരു ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ആവശ്യം വരുന്നതാണോ ചോദിച്ചാൽ പേനയൊക്കെ പെട്ടെന്ന് ആവശ്യം വരുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം അറേഞ്ച് ചെയ്തിട്ട് മാറ്റാൻ വെച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ വീണ്ടും ടേബിളിൽ പൊടിയാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ടിഷ്യൂ ആണ് എൻ്റെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ടേബിളിൻ്റെ അകത്ത് നിറച്ച് പൊടിയുണ്ട് കേട്ടോ, കാണാനില്ല ക്യാമറയിൽ അത്രേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തുടക്കുകയാണ്. ഈ ഒരു ഇത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് തന്നെയാണ് തുടയ്ക്കുന്നത്. എന്നിട്ട് ആ ഒരു എഡ്ജ് കോർണർ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കുറച്ചധികം പൊടിയുണ്ട്, അതാണ് പ്രശ്നം. ബാക്കിയുള്ളവിടെയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇല്ല. ആ ഒരു 2 എഡ്ജ് കോർണർ പോലത്തെ ഒരു സംഭവത്തിലാണ് കുറച്ചധികം തന്നെ പൊടിയുള്ളത്. അപ്പം ഞാൻ പോവാത്ത പൊടിയൊക്കെ കുറച്ച് ഊതിയൊക്കെ കാണുന്നു. ഉറുമ്പൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടതാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താണ് എല്ലാ ഐറ്റംസ് എല്ലാം ഉറുമ്പൊക്കെ അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ പിന്നെ ഗൈസ് ഇപ്പോൾ സമയം 8 ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. 9 മണിക്ക് പോകണം. അപ്പോൾ ഇതിൽ പൊടിയൊക്കെ ഉണ്ട്. ഞാൻ ടേബിളിൻ്റെ അവിടെയൊക്കെ തുടച്ചത്, അതിലൊക്കെ നിറച്ച് പൊടിയെന്ന് ഞാൻ പറയില്ല, കാരണം കുറച്ച് പൊടിയേ ഉള്ളൂ. ഞാൻ ഇതിന് മുമ്പ് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു ടേബിൾ മാത്രം, ഓർഗനൈസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആണ് ടേബിളിൻ്റെ അവസ്ഥ. ഞാൻ ഈ ഒരു ഓർഗനൈസർ അടുത്ത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് നന്നായി കാണാനില്ല. എന്നാൽ ഈ ഒരു സൈഡിൽ ബുക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഷെൽഫല്ല ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. അത് ഞാൻ എപ്പോഴാണ് 6 പഠിക്കുമ്പോൾ മേടിച്ചൊരു സ്റ്റാൻഡാണ്. അതിൽ നല്ല സ്പേസ് ഉണ്ട്, ഒരു 4 തട്ടുണ്ട് അതിൽ. അപ്പോൾ എല്ലാത്തിലും അതിൽ ഏറ്റവും അടിയത്തെ 2 തട്ടിൽ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെയാണ്, സെക്കൻഡ് തട്ടിൽ സ്റ്റഡി ഐറ്റംസ്, ഏറ്റവും ഫസ്റ്റ് തട്ടിൽ മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെയാണ്. അത് സ്റ്റഡി ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബുക്സൊക്കെ പെട്ടെന്ന് ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ പെട്ടെന്ന് ആവശ്യം വന്നാൽ, അപ്പം അങ്ങനെ കലണ്ടറിൽ ഞാൻ അന്നത്തെ ദിവസം തിങ്കളാഴ്ച സ്കൂൾ തുറന്ന ദിവസമാണ് കേട്ടോ ഞാൻ ഇത് വൃത്തിയാക്കി തന്ന് വൈകുന്നേരത്ത്. അപ്പോൾ അതൊന്ന് ടിക്ക് ചെയ്യുന്നുണ്ട്, വെട്ടിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആയി. ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് സ്കൂൾ ഇന്നലെ ട്യൂസ്ഡേ ആയിരുന്നു. ഇന്നിപ്പോൾ വെനസ്ഡേ ആണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. സോ ടാറ്റാ.